ഹലോ ചങ്ങായിസ്, നമുക്കിതൊരു ചപ്പാത്തിൻ്റെ കൂടി അപ്പത്തിൻ്റെ കൂടെയും ചോറിനൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു വെള്ളക്കടല, അതാ ചന മസാല എന്ന റെസിപ്പി നോക്കിയാലോ. അതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന വെള്ളക്കടല കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് കീറിയതും കുറച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഒരു കടായിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ചേർക്കുന്നുണ്ട്. ഒരു 1.5 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കുക. കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് അതും കൂടി വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി പൊടികൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നോടെ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പരുവം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായി മാറ്റി വെക്കാം. എന്നിട്ട് തണുത്തിട്ട് മിക്സഡ് ജാറിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെള്ളത്തോട് കൂടി തന്നെ നമ്മുടെ വേവിച്ചിരിക്കുന്ന വെള്ളക്കടലയും കൂടി ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അടിപൊളി വെള്ളക്കടലക്കറി തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.